ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ പ്രീ നീറ്റിൻ്റെ ഡേറ്റ് ഇതേ അടുത്തുകൊണ്ടിരിക്കുകയാണ്. April 7th നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രീ നീറ്റിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവരേണ്ടത്, ഇങ്ങനത്തെ ഡീറ്റെയിൽസാണ് മിസ് പറയുന്നത്. അപ്പോൾ ഇതെന്തായാലും ശ്രദ്ധിക്കാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഹോൾ ടിക്കറ്റിൻ്റെ ഒരു പ്രിൻറ്റഡ് കോപ്പി, അതായത് ഹാർഡ് കോപ്പി നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഹോൾ ടിക്കറ്റ് എല്ലാവരും പ്രിൻ്റ് എടുത്തിട്ടുണ്ടാവണം, അത് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂ ഓർ ബ്ലാക്ക് പോയിൻറ്റ് പെൻ, ഇതിലേതെങ്കിലും ഒരു ടൈപ്പ് ബോൾ പെന്ന് നിങ്ങൾ ക്യാരി ചെയ്യണം. വേറെ പൗച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളുടെ ഹോളിലേക്ക് കയറ്റുന്നുണ്ടാവില്ല. നിങ്ങളാകെ ക്യാരി ചെയ്യേണ്ടത് ബ്ലൂ പെന്ന് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് പെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു പെന്ന് കൊണ്ടുവരികയാണെങ്കിൽ ഒരു 2 പെന്നൊക്കെ ക്യാരി ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഒരു പെന്ന് എഴുതിയിട്ടില്ലെങ്കിൽ മറ്റേ പെന്ന് വേണമല്ലോ, അപ്പോൾ ഒരു 2, അപ്പം നിങ്ങൾ ബ്ലാക്ക് ആണ് കൊണ്ടുവരുന്നെങ്കിൽ 2 ബ്ലാക്ക് പോയിൻറ്റ് പെന്ന് ക്യാരി ചെയ്യുക. അത് ബ്ലൂ ആണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ 2 ബ്ലൂ പെന്ന് ക്യാരി ചെയ്യുക. അതൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള പെന്നായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള നമ്മൾ സാധാരണ പെന്നുകളില്ലേ, നമുക്കിത് ഉള്ളിൽ നിന്ന് മുഴുക്കി കഴിഞ്ഞാൽ നമ്മൾ റീഫില്ലറൊക്കെ കാണാൻ പറ്റുന്ന പെന്നായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ പോയിൻ്റ് പെന്ന് കൊണ്ടുവരിക. ഇങ്ക് പെന്ന് പറ്റില്ല, ബോൾ പോയിൻ്റ് ആയിരിക്കണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടതാണ് ആധാർ കാർഡ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള ID വേണം. അപ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ആധാർ കാർഡാണ്, അതായത് നിങ്ങളുടെ ഫോട്ടോ ഒക്കെയുള്ള ആധാർ കാർഡാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ കുറേ മക്കൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യുണ്ടായി, ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ട് അത് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുണ്ടായി. അങ്ങനെ ആധാർ കാർഡിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ID കാർഡ് മസ്റ്റാണ്. നിങ്ങളുടെ ഫോട്ടോ ഉള്ള ഒരു പ്രോപ്പർ ID കാർഡ് എന്തായാലും കൊണ്ടുവരണം. ID കാർഡ് ഇല്ലാതെ നിങ്ങളെ നമുക്ക് എക്സാമിന് വേണ്ടി പെർമിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആധാർ കാർഡ് ഉള്ളവർ നിർബന്ധമായിട്ട് ആധാർ കാർഡ് കൊണ്ടുവരിക. ആധാർ കാർഡ് ഇല്ലാത്തവർ, അല്ലെങ്കിൽ അത് റിന്യൂ ചെയ്യാൻ കൊടുത്തിട്ട് കിട്ടാത്ത മക്കളൊക്കെ ആണെങ്കിൽ ഒരു പ്രോപ്പർ വാലിഡ് ID കാർഡ്, നിങ്ങളുടെ ഫോട്ടോ ഉള്ള ഒരു പ്രോപ്പർ വാലിഡ് ID കാർഡ് കൊണ്ടുവരിക. ഇനിയിപ്പോൾ ആധാർ കാർഡിൻ്റെ സോഫ്റ്റ് കോപ്പി ഉണ്ടെങ്കിൽ അത് പ്രിൻ്റ് എടുത്താലും മതി. ഒറിജിനൽ കിട്ടിയിട്ടില്ല, നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റിന്യൂ ചെയ്തിട്ട് നിങ്ങൾക്കൊരു സോഫ്റ്റ് കോപ്പി ഒക്കെ വരികയാണെങ്കിൽ അത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നാലും മതി. പക്ഷേ ഒരു പ്രോപ്പർ ID മസ്റ്റാണ്, ഇതില്ലാതെ എക്സാം ഹാളിലേക്ക് പെർമിറ്റ് ചെയ്യില്ല. ഓക്കെ, ആൻഡ് അടുത്ത കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈമിന് ഒരു ഹാഫ് ആൻ അവർ മുമ്പ്, തീർച്ചയായിട്ടും മിനിമം ഹാഫ് ആൻ അവർ മുമ്പ് നിങ്ങൾ എന്തായാലും നമ്മളുടെ ഹാളിലെത്തണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എക്സാം ഇപ്പോൾ 2 മണിക്കാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഒരു 1:30-ക്കെങ്കിലും എവിടെ എത്തിയിരിക്കണം, നമ്മളുടെ എക്സാം ഹാളിൽ എത്തിയിരിക്കണം. നമ്മൾ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹാളിലേക്ക് നിങ്ങളെ കയറ്റി വിടാൻ പറ്റില്ല. അപ്പം എല്ലാവരും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച് വെക്കുക. റിപ്പോർട്ടിംഗ് ടൈമിന് ഒരു ഹാഫ് ആൻ അവർ മുമ്പ് തീർച്ചയായിട്ടും എൻ്റെ മക്കൾ ഹാളിലെത്തുക, നമ്മുടെ എക്സാം സെൻറ്ററിലെത്തുക. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറ്റുക പറഞ്ഞാൽ നമ്മൾ ടെൻഷനായി പോകും. നമ്മൾ ഓടിക്കയറി ചിലപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പൊക്കെയാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ ടെൻഷനായി അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി ഓടി ചാടി വിയർത്തായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഹാഫ് ഡിസ്റ്റർബ്ഡ് ആയി പോകും. നമുക്ക് സമാധാനത്തോടെ നിങ്ങൾ ടെൻഷനൊന്നും ഇല്ലാതെ വേണം ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കളെല്ലാവരും നിങ്ങൾക്ക് എക്സാം സെൻറ്റർ ചെയ്ത സ്ഥലത്താണ് കറക്റ്റ് നോക്കിയൊക്കെ വെക്കുക. അവിടെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എത്ര ദൂരെ ഉണ്ടെന്ന് നോക്കുക. അതിനനുസരിച്ച് കറക്റ്റ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ മുമ്പൊക്കെ നിങ്ങൾ സെൻറ്ററിൽ എത്തുകയാണെങ്കിൽ നമുക്ക് സമാധാനത്തോടെ ഇരിക്കാം, ഒന്ന് കൂളാവാം, ഒന്ന് ടെൻഷൻ ഫ്രീ ഒക്കെ ആയിട്ട് നമ്മളുടെ ഹാളിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ ആ കാര്യം എൻ്റെ മക്കളെ തീർച്ചയായിട്ടും എൻഷുർ ചെയ്യുക. ഇത് നിങ്ങളുടെ നീറ്റ് എക്സാമിനൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ് ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്, ലേറ്റ് കമേഴ്സിനെ നമുക്ക് ഒരു കാരണവശാലും എക്സാം ഹാളിൽ കടത്തിവിടാൻ പറ്റില്ല. അതിപ്പോൾ ഈവൻ നമ്മളുടെ എക്സാം ടൈം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാം ഹാളിലേക്ക് കടത്താൻ പറ്റില്ല. അപ്പം ദയവായിട്ട് എൻ്റെ മക്കളെല്ലാവരും ശ്രദ്ധിക്കുക, കറക്റ്റ് ടൈം. ഓക്കെ, കറക്റ്റ് ടൈമിന് പിടിച്ച് നിൽക്കേണ്ട, ഒരു ഹാഫ് ആൻ അവർ മുമ്പ് ഹാളിലെത്തുക. നമുക്ക് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ പെർമിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ആൻഡ് ലാസ്റ്റത്തെ കാര്യം OMR ഷീറ്റ്. അപ്പോൾ നമ്മൾ ഈ എക്സാം എഴുതുന്നത് എന്തിലാണ്, നമ്മളുടെ OMR ഷീറ്റിലാണ്. അപ്പോൾ OMR ഷീറ്റ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ മിസ് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് കാണുക. അതുകൂടാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സാം ഹാളിൽ വെച്ച് തരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, OMR ഷീറ്റ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് OMR ഷീറ്റ് മാറ്റിത്തരാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നമ്പറിൽ നമുക്ക് ഒറ്റൊരു OMR ഷീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാനോ മാറ്റി തരാനോ പറ്റില്ല. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ എന്ത് ചെയ്യുക, OMR ഷീറ്റ് ഫില്ല് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് വളരെ കറക്റ്റായിട്ട് നമ്മുടെ ഹാളിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ഉണ്ടാകും, നിങ്ങളെ സൂപ്പർവൈസ് ചെയ്യാൻ ആൾക്കാരുണ്ടാകും. അവരോട് ചോദിച്ച് സംശയങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം മാത്രം OMR ഷീറ്റ് ഫില്ല് ചെയ്യുക. മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്ലെസ് ആയി പോകും. മിസ്റ്റേക്സ്
വന്നു കഴിഞ്ഞാൽ അത് സിസ്റ്റം റീഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ എൻ്റെ മക്കൾ OMR ഷീറ്റ് ഫില്ല് ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ആ വീഡിയോ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കണ്ടു പോവുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ ടീച്ചേഴ്സാണ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. സമാധാനത്തോടെ അവരോട് ചോദിച്ച് ക്ലിയർ ആക്കിയിട്ട് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, വേറെ തരാൻ പറ്റില്ല. വളരെ ക്ലിയർ ആയിട്ട് തന്നെ എല്ലാ സംശയങ്ങളും മാറ്റിക്കഴിഞ്ഞതിന് ശേഷം ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രൈമറി ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി വേറെ എന്തെങ്കിലും സംശയങ്ങൾ എൻ്റെ മക്കൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഈ ഒരു എക്സാം എഴുതാം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ.